ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിശ്വജിത്തും അതുപോലെ ഇഷിതയും കൂടി ഫോണിൽ ഇങ്ങനെ കുറേ സംസാരിച്ച് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ വിശ്വജിത്ത്. അപ്പോൾ ഇഷിത ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഞാൻ നോട്ട് ചെയ്യും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വജിത്ത്, അതെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുക, ഞാൻ വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പം ഓക്കെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ജനറൽ മെഡിസിൻ കൊടുക്കാൻ പറയാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഇഷിത പറയാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകണം. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മഹേഷിൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഇന്ന് ഈ ഒരു വാരം വളരെ മോശമാണെന്നൊക്കെ പറയും. എൻ്റെ പഴനിമുരുക രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ് പുള്ളിക്കാരി. അപ്പോൾ ഓപ്പോസിറ്റ് പ്രേതത്തിൻ്റെ മോൾക്ക് വിവാഹാലോചന, എനിക്കാണ് ഉറക്കം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോഴാണ് അച്ഛൻ അവിടെ ഇരുന്നത് ചെയ്യുന്നത് കണ്ടത്. അയ്യോ എൻ്റെ പൊന്നേ, ഇത് ഞാനൊന്ന് പണിത് നോക്കട്ടെ, നമ്മുടെ അയൺ ബോക്സിൽ എന്തൊക്കെയോ പണിയാണ്, അപ്പോൾ ഇത് ഒട്ടും വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയും പറഞ്ഞേ. അതൊന്നും കുത്തി പൊട്ടിക്കല്ലേ, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. ഈശ്വര, എനിക്ക് ചുട്ടു പൊള്ളുന്നത് പോലെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്ന് പുള്ളിക്കാരി കാണിക്കുമ്പം ശത്രുക്കൾക്കാർക്കെങ്കിലും നല്ല കാലം വന്നോ എന്ന് ചോദിച്ചു അച്ഛൻ. അതെ ആ ദേവതയെ പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വന്നെന്നാ. ഉറപ്പിച്ചെന്നാ കേട്ടത്. എങ്കിൽ സ്വപ്നം പ്രഷറിൻ്റെ വലിക്കും, ആ പ്രഷറിൻ്റെ ഗുളിക മേളിൽ ഇരിപ്പുണ്ട് എടുത്തോളാൻ പറഞ്ഞു, അതെടുത്ത് കഴിച്ചോളാനും പറഞ്ഞു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അത് കലക്കാതെ എൻ്റെ പ്രഷറും മാറില്ല എന്നൊക്കെ പറഞ്ഞ ഈ ഡയലോഗുകൾ. രാമ, പിന്നെ അവളുടെ രണ്ടാം ഘട്ടമാണെന്ന് ആ ചെക്കനെ എന്ന് അറിയിക്കാൻ എന്താ മാർഗം? അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ചെമ്പകം, ആ ഇഷിത ഒരു നല്ല കുട്ടിയല്ലേ, അതിന് നല്ലൊരു ആലോചന വന്നെങ്കിൽ എന്തിനാ അത് മുടക്കുന്നതെന്ന് ചോദിച്ചു. എന്താ അവളോടൊരു കടുത്ത ആരാധന, ഞാൻ കാണുന്നുണ്ട്. അവളുടെ അമ്മയെ കാണുമ്പോൾ ഉള്ള ഒരു ഇളക്കമൊക്കെ. കൊന്നിടുവേ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇറക്കുമ്പം ഞാൻ ആരെയും കണ്ട് ഇളകിയതൊന്നും അല്ല എൻ്റെ പൊന്ന് മോളെ. പിന്നെ നമ്മുടെ ചിപ്പിയെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച ഡോക്ടറാണ്, അവർക്ക് നല്ല പേരുണ്ടെന്ന് പറയുമ്പം ഒന്ന് നിർത്തുന്നുണ്ടോ? അവൾക്കൊരാലോചന വന്നപ്പോൾ മുതൽ ഞാനിവിടെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. അതില്ലാതാക്കാനുള്ള വഴിയുണ്ടാക്കി ഭാര്യയുടെ ഭ്രാന്ത് മാറ്റി തരികയാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ടത്. രാമൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല, എൻ്റെ വാരബലം വളരെ മോശമാണെന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ ഇതായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ദൈവമേന്ന് പറഞ്ഞോണ്ടാ ചേട്ടൻ, എൻ്റെ രാമ ഇതെങ്ങനെയെങ്കിലും മുടക്കണം, ഇല്ലെങ്കിൽ ഞാൻ മുഴുവൻ ഭ്രാന്തിയായി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചങ്ങല ഞാൻ മേടിച്ച് തരാമെന്നും പറഞ്ഞ് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. രാമൻ ചേട്ടൻ ചെന്ന് വാതിൽ തുറക്കുന്നു. നോക്കുമ്പോൾ ആരാ? മോളെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. മോളെ കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇത് ആരേത് അമ്മയുടെ പൊന്നു മോളോ എന്ന് ചോദിച്ചാൽ അമ്മയും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ചിപ്പി ഇങ്ങനെ നിൽക്കാം. അപ്പോൾ സുഖാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മേ മോളും വന്നിട്ടുണ്ട് കേട്ടോ എന്ന് ചിപ്പി പറയാം. അച്ചോടാ ഇങ്ങ് വന്നേടാ, അച്ഛമ്മ കണ്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിക്കാം. അച്ഛമ്മയുടെ മോളെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി. അപ്പയെ കണ്ട് എൻ്റെ കണ്ണും മഞ്ഞളിച്ചു എന്നൊക്കെ പറഞ്ഞു കൊച്ച്. രാമ, ചിപ്പി ഒന്ന് ഫ്രഷാക്കി. ശരി. സ്വപ്നം, അതെ സ്വപ്നത്തിൻ്റെ വാരഫലം വളരെ നല്ലതാണല്ലോ. എത്ര കാലത്തിന് ശേഷം മോള് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ഞാൻ കയറേണ്ട കാര്യമില്ലല്ലോ, വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുന്നു. അതിനുശേഷം മോളെയും കൊണ്ട് ഇവരകത്തേക്ക് കയറി പോണു. അപ്പോൾ അകത്തേക്ക് കയറി ചെന്ന് ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലത്തെ കാര്യവും പിന്നെ അവിടുത്തെ സ്വഭാവത്തെ പറ്റിയൊക്കെ മകള് പറയാം. അവൻ്റെ സ്വഭാവം ഒരു മാറ്റമില്ല, ഞാൻ ഉടനെ ഒന്നും തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണ്ട, എനിക്കൊരു കൂട്ടായല്ലോ എന്നമ്മ. പിന്നെ മറന്നു, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അപ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ പോയി ഫ്രഷായിട്ട് വാ, മുറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടാക്കുന്നു മോളെ. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ഡോക്ടറായ ഇഷിത അവിടെ തിരക്കിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓടി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ എൻ്റെ മോനെ രക്ഷിക്കണം ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷിത അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഡോക്ടർ ചെന്നു പരിശോധിച്ച് നോക്കുന്നു. എന്നിട്ട് പിന്നെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സിനോടൊക്കെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അതിന് ശേഷം അതിൻ്റെ കേസ് ഡയറി നോക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ആ കുട്ടിയുടെ രോഗം കണ്ടുപിടിക്കുന്നു. പിന്നെ ഇഷിത അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സമയത്ത് കുട്ടിയുടെ അച്ഛനെ റൂമിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ആ കുട്ടിക്കുണ്ടായ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുവാണ് ഇഷിത. അതിനുശേഷം ആ കുട്ടിയുടെ അസുഖ വിവരത്തെ പറ്റിയൊക്കെ പറയുന്നു. അതിനുശേഷം ആ കുട്ടിയെ അങ്ങോട്ട്
കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാനോ ICUയിലേക്ക് മാറ്റാനോ അങ്ങനെയൊക്കെ ഓരോരോ ഇതൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇഷിത പറഞ്ഞ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേറൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ ആ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ ഇഷിത അവിടെ തന്നെയുണ്ട്, ഇഷിത അവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു അത്. അപ്പോൾ പോലീസുകാരാണ് ആ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ നെഞ്ചിൽ വെടിയേറ്റ ഒരവസ്ഥയിലാണ് അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പോലീസുകാരടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ രതീഷ് സാറല്ലെന്ന് ചോദിച്ചു. ഒരു പോലീസുകാരനോട് ചോദിക്കാം. അപ്പോൾ പ്രതിയാണ്, ജയിലിൽ ആടിയതാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ പോലീസ് ഷൂട്ട് ചെയ്തതാ, നെഞ്ചിലാ കൊണ്ടതെന്നൊക്കെ പറഞ്ഞു. ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഇഷിത. എന്നിട്ടെന്താ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത്? അപ്പോൾ വളരെ എമർജൻസി ആയതുകൊണ്ട് അടുത്തുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണെന്ന് ആ സാറ് പറയുവാണ് ഇഷിതയോട്. പിന്നെ ഇഷിത ഇങ്ങനെ നോക്കുന്നു കേട്ടോ. നോക്കിക്കഴിഞ്ഞപ്പം ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല ഡോക്ടർ എന്ന് ഇഷിതയോട് വേറൊരു ഡോക്ടർ പറയാം. അപ്പോൾ സാർ ഒന്ന് MD കണ്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ MD കാണാനായിട്ട് ഇവർ ചെല്ലുന്നു. ആ സമയത്ത് MD സാർ അവിടെ ഉണ്ട്. അപ്പോൾ സാറിനോട് കാര്യങ്ങളെല്ലാം പോലീസുകാർ പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ MD സാറിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ അയാളുടെ ജീവൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തും പ്രഷറുണ്ട്. ഡയറക്റ്റ് നെഞ്ചിലേക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അല്ല, ഇയാളെ എന്തിനാ കോടതി ശിക്ഷിച്ചത്? അപ്പോൾ കൊലപാതകത്തിനാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു റേപ്പ് കേസും ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, റേപ്പോ? അയ്യോ, നോ, അതൊന്നും ഇവിടെ പറ്റത്തില്ല. ഇയാളെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നും പറയേണ്ടതില്ല, പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാനായിട്ട് പറഞ്ഞു. അതെ, ഇവിടെ നടക്കില്ല, അയാളുടെ കേസ് ഇവിടെ എടുക്കുകയില്ല എന്ന് തറപ്പിച്ചു പറയുക. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഈ പേഷ്യൻറ്റിൻ്റെ അരികിൽ നിന്നുകൊണ്ട് മറ്റു ഡോക്ടർമാർ ഇയാളെ ഇങ്ങനെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, മരിച്ച ശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഈ സമയത്ത് നമ്മുടെ ഇഷിത ആ കുട്ടിയെ ചികിത്സിച്ചുകൊണ്ടിരുന്നതാണല്ലോ, അതിൻ്റെ അച്ഛനോട് മോൻ കണ്ണ് തുറന്നിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. നാളെ ലാബ് റിപ്പോർട്ടുകളും കൂടി ഒന്ന് വരട്ടെ. പിന്നെ മറ്റൊരു കാര്യം, നാട്ടിൽ വിളിച്ച് എല്ലാവരോടും പറയണം ആ പുഴയിൽ ഇനി കുളിക്കാൻ പാടില്ല എന്ന്, അത് അപകടമാണെന്നും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് അങ്ങ് പോയി. ഇഷിത അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ SI സാർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. സർജറി സ്റ്റാർട്ട് ചെയ്തോന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലേ, ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ MD ആയിട്ട് സംസാരിച്ചായിരുന്നോ? അപ്പോൾ സംസാരിച്ചു, അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം ഇഷിതയോട് പറയാം. ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു, പക്ഷേ ആരും സമ്മതിക്കുന്നില്ല, ഒരു രീതിയിലും ഐ ആം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മരണം ഉണ്ടായാൽ ഞാൻ സഹിതം തൂങ്ങും, പിന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഊഹിക്കാവല്ലോ എന്ന് പറഞ്ഞപ്പം എന്തായാലും നെഞ്ചിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നൊക്കെ വെച്ചാൽ അപ്പോൾ സംഭവിച്ചു പോയി. എന്നെ അതിനേക്കാളും വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് SI പറയാം. അയാൾ ജയിലിൽ ചാടി പുറത്തു വന്നപ്പോൾ പോലീസ് അയാളെ വളഞ്ഞു, എന്നാൽ അയാൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചില്ല എന്ന് പറയുക. എൻ്റെ മകളെ ഒന്ന് കണ്ടോട്ടെ എന്നയാൾ പലതവണ ദയനീയമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു പോലീസുകാരൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ മരിച്ച വലിയൊരു ശാപം കൂടിയാകും അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. ഞാൻ MDയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇഷിത നേരെ MDയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ഈ പേഷ്യൻറ്റിന് വേണ്ടി സംസാരിക്കാം. അപ്പോൾ ഇഷിത പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. വെടിയുണ്ട ഏറ്റു വന്ന പേഷ്യൻ്റ് ആരാണെന്ന് അറിയാവോ? അയാളൊരു കൊലപാതകയാണ്, ഒരു റേപ്പ് പ്രതിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടിട്ടും നമ്മുടെ ഇഷിത അതിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാകുന്നില്ല. അയാളെ സർജറി ചെയ്യണം തന്നെ പറഞ്ഞു. അപ്പം നമ്മൾ ഡോക്ടർമാരാണ്, അയാളുടെ ഒരു ഇതും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ലളിതമായ ഒരു ചോദ്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ? ഈ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരാൾ എത്തിയിട്ടുണ്ട്, ആ ജീവൻ വിലപ്പെട്ടതാണോ അല്ലയോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ ഇഷിതയ്ക്ക് അറിയാം ഈ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ, അത് നശിപ്പിക്കാനോ? എങ്ങനെയാണ് ഡോക്ടർ ഈ ആശുപത്രിക്ക് പ്രശസ്തി ഉണ്ടായത്? മരണ തുല്യമായി എത്തുന്ന ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചയച്ചത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. ഡോക്ടർ, നമ്മൾ മാറിയില്ലെങ്കിൽ, പിന്നെ നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ജീവിക്കുകയല്ല ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ, ഞാൻ നിസ്സഹായനാണ്, ഇതനുവദിച്ചാൽ ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ താങ്കൾക്ക് ബോർഡ് മീറ്റിങ്ങിനെയാണോ ഭയം? എനിക്ക് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു ജീവനാണ് വലുതെന്ന് ഇഷിത പറഞ്ഞു. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, എങ്കിൽ അയാൾ ജീവിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ജീവിതം പാഠങ്ങളുടെ ഒരു തുടർച്ചയാണ് സർ, അത് മനസ്സിലാക്കാൻ ജീവിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു. അയാളുടെ തെറ്റുകൾ ജീവിച്ചല്ലേ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ജീവനാണ്, അതിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ആണ് സാറ് പറയുന്നതെങ്കിൽ നമ്മൾ ഈ പ്രൊഫഷനിൽ തുടരാൻ ഓരോ യോഗ്യതയും ഉള്ളവരല്ല എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്.
അയാളുടെ ബന്ധുക്കളോടും വീട്ടുകാരോടും ഒക്കെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ MD അതിനങ്ങ് സമ്മതിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അയാൾക്ക് വേണ്ടുന്ന ഡ്യൂട്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാം ചെയ്യാണ്. അങ്ങനെ തിരക്കിട്ട് അയാളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് പോലീസുകാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വന്നു. ഇഷിതയോട് നന്ദി പറയും SI ഒക്കെ. അപ്പോൾ ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം എന്നും പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു സർജറി അത് ഓക്കെ ആകുമെന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം തുടങ്ങി അതൊക്കെ പറഞ്ഞു. അപ്പോൾ സക്സസ് ആവണം, അതിപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണെന്ന് ആ SI സാറ് പറയുക കേട്ടോ. പിന്നെ ഒരു കൗതുകത്തിന് ഞാൻ ചോദിക്കാം, ഈ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം മർഡറും ഉണ്ട്, റേപ്പും ഉണ്ട്. അതിലിപ്പോൾ ഇത്ര കൗതുകം എന്താണെന്ന് ചോദിച്ചു. അല്ല സാർ പറഞ്ഞ കാര്യം എന്നെ സ്പർശിച്ചു. ജയിലിൽ ചാടി അയാളെ നിങ്ങൾ വളയുമ്പോഴും അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നുള്ളത്. എൻ്റെ മകളെ കണ്ടോട്ടെ എന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ അയാളിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഇതൊരു കഥാകാരിയുടെ മനസ്സാണല്ലോ എന്ന് SI പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരിലും വേറിട്ട ജീവിതം ഉണ്ടാകും, എന്നാൽ എവിടെയൊക്കെയോ സമാനതകൾ ഉണ്ടാകും. ചില മനുഷ്യരെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഇഷിത പറയുക. ഈ മനുഷ്യനും ആ കാറ്റഗറിയിൽ ഒരാളാകാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴും SI ചിരിച്ചുകൊണ്ട് നിൽക്കുക. ശരി സാർ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത പോകുമ്പോൾ ഒരിക്കൽ കൂടി ഇഷിതയോട് നന്ദി പറഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കുന്നു. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന ചെമ്പകത്തിനെ. ചെമ്പകം മകൾക്ക് വയറ് നിറയെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിത്തത്തിനെ പറ്റിയും മകളുടെ ജോലിയെ പറ്റിയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പിന്നെ മഹേഷ് വരാത്തതിനെ പറ്റി, അതായത് മഹേഷ് ജോലിയിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കുക. മകളാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പഠിക്കാതിരുന്നതിന് ഓരോരോ കാരണങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിരത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് അവൻ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോടും പറഞ്ഞു അതിരിക്കട്ടെ, അല്ല മഹേഷിൻ്റെ കാര്യം എങ്ങനെയാ അമ്മേ, ഇങ്ങനെ നിർത്തിയാൽ മതി അവനെ, ഒരു പെണ്ണൊക്കെ വേണ്ടേ എന്ന് ചേച്ചി ചോദിച്ചപ്പോൾ നോക്കുന്നുണ്ട് മോളേന്ന് അമ്മ. അവനൊരു ലൈനുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് അമ്മയെന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടി ലൈനോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ.